എത്ര തെളിഞ്ഞാലും എണ്ണ പറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. ആരുടെ ഭാര്യ? എന്റെ ഭാര്യ. ഭാര്യ വീട് എവിടെയാ? അവിടെ. അപ്പൊ എന്നെ നോക്കിയല്ലേ പാടേണ്ടത്? പിന്നെ എന്തിനാണ് അപ്പുറത്തെ വീട്ടിൽ നോക്കി പാടുന്നത്? എന്തിനാണ് എന്നെ നോക്കിയല്ലേ പാടേണ്ടത്? ഒന്നുമില്ല, നിന്റെ അനിയത്തിയല്ലേ അപ്പുറത്ത് താമസിക്കുന്നത്? അനിയത്തി എന്ന് പറയുന്നത് വകയിലൊരു അനിയത്തി. അതെന്താ അങ്ങനെ? മുതലാളി ഒന്നാണെങ്കിലും 2 ഫാക്ടറിയാ. ഒരച്ഛനാണെങ്കിലും 2 അമ്മയാന്ന്. അവളെ ഞാൻ അനിയത്തിയായിട്ട് കണക്കാക്കിയിട്ടേ ഇല്ല. അവളുടെ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. അതോടുകൂടി എനിക്ക് കിട്ടേണ്ട ഈ 2 വീടും ഈ കിണറുമാണ് പോയത്. ഇപ്പൊ അതൊന്നൊരു വീട് അവൾക്കും കൊടുക്കണം, ഈ കിണറിന്റെ പകുതി അവൾക്ക് കൊടുക്കണം. നിനക്ക് എല്ലാരോടും സംശയമാണല്ലോ? എനിക്ക് സംശയമാണ്. 2 ദിവസം മുമ്പ് നിങ്ങൾ മാർക്കറ്റിൽ പോയായിരുന്നോ? അപ്പൊ നിങ്ങളൊരു പച്ച സാരി ഉടുത്ത പെണ്ണിനെ നോക്കി ഈന്ന് വിളിച്ചല്ല. എന്തിനാ അത്? മഹാപാവം പറയല്ലേ നീ. അത് ആരെന്നറിയാമോ? 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എന്റെ കൂടെ ഒറ്റ ബെഞ്ചിൽ നിന്ന് പഠിച്ച ആത്മാർത്ഥ സുഹൃത്തിന്റെ ഭാര്യയാണത്. അയ്യോ, എന്താണോ അവളുടെ പേര്? മല്ലിക. അപ്പൊ അവളുടെ ആത്മാർത്ഥ സുഹൃത്തിന്റെയോ? എന്ത് നിങ്ങളുടെ നാക്ക് ഇറങ്ങിപ്പോയാ? എത്ര വരെ പഠിച്ചെന്ന്? 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ. ഏത് ബെഞ്ചിലിരുന്ന് പഠിച്ചു? ഒറ്റ ബെഞ്ചിലിരുന്ന് പഠിച്ചു. ഒറ്റ ബെഞ്ചിലിരുന്ന് പഠിച്ച കൂട്ടുകാരുടെ പേര് നിങ്ങൾക്ക് അറിയില്ല, അവരുടെ ഭാര്യയുടെ പേര് നിങ്ങൾക്ക് അറിയാം. ഇത് എന്തരന്റെ ഗുരുവാണോ? എല്ലാത്തിനും സംശയം. എടി, നിനക്കറിയാമോ, അപ്പുറത്ത് നിന്റെ അനിയത്തിലെ ഭർത്താവിന്റെ സ്നേഹം കാണുമ്പോ എനിക്ക് കൂതി വരും. കൂതി സ്നേഹം കാണുമ്പോഴല്ല, നിങ്ങൾക്ക് അവളെ കാണുമ്പോഴാ കൂതി പരിപാടി. അവൾ ഇരിക്കണോ നല്ല ചെത്തിപ്പൂ കണക്കാണ്ടിരിക്കണ, ചെത്തിപ്പൂ കണക്ക്. ഇതൊരുമാതിരി മാക്കാറ്റിയില്ല മുഖവും വെച്ചോണ്ട്. എങ്ങനെ ഇരിക്കാതിരിക്കും? കുടുംബത്തെ ഇറങ്ങി പണിയെടുക്കണം. ഞാൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അടുപ്പും കരിയും പുകയും കൊണ്ടിട്ടാ ഞാൻ ഈ കോലത്തിലായത്. അപ്പൊ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവര് കുറച്ച് ഡള്ളായൊക്കെ ഇരിക്കും. എന്തരായിരിക്കും? ഡള്ള് എന്ന് വെച്ചാ കറുപ്പ്, അല്ലാതെ തള്ളു എന്നല്ലല്ലോ. അയ്യോ, നിങ്ങൾ പിന്നെ ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപാട്ടനാണല്ലോ. എന്തിനാണ് എന്നെ കെട്ടിയത്? മുത്തുപാട്ടൻ അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക്. ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഞാൻ ഒരാളെ പ്രേമിച്ചു പോവില്ല, ഒളിച്ചോടി പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ഏത് ഊളെ കാണിച്ചു തരുന്നോ ആ ഊളെ ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ കാണിച്ചു തന്ന ഊളയാണ് നിങ്ങള്. അതിന് എന്റെ തലയിലെടുത്തങ്ങ് ഞാൻ വെച്ച്. സംസാരം ഞാൻ പറയുന്നത് അപ്പൊ കുഴപ്പം. എന്റെ സൗണ്ട് ഈ വീട്ടിലല്ലാതെ 4ാമതൊരാൾ കേട്ടിട്ടുണ്ടാ? ഈ നാട്ടുകാർ കേട്ടിട്ടുണ്ടാ? എന്തുകൊണ്ട്? എന്റെ മാന്യത, എന്റെ കുടുംബത്തിന്റെ, എന്റെ അന്തസ് ഒരാള് പോലും ഇവിടെ എന്റെ ഒച്ച കേട്ടിട്ടില്ലല്ലോ. കേട്ടിട്ടുണ്ടോ? അല്ലാതെ നമുക്ക് ഈ പൂമുഖവാദിക്കിൽ നിന്ന് പ്രേമ അഭിനയിക്കാനൊന്നും അറിയത്തില്ലേ? നമ്മുടെ സമ്പ്രദായം അങ്ങനെയല്ല. ഒരു ശബ്ദം പോലെ എന്റെ ഈ നാട്ടുകാർ ഇവിടെ കേട്ടിട്ടുള്ളൂ. ചോദിച്ചു നോക്ക്. തേങ്ങയുടെ മൂട്. ഹലോ. ആരാ? ദിവാകരൻ. ജംഗ്ഷനിൽ കട നടത്തുന്ന ദിവാകരൻ. എന്താ നിന്റെ പെണ്ണുമ്പിളുടെ വായി തുണി കുത്തി കെട്ടാ? ഇവിടെ ആൾക്കാർ വന്നിട്ട് നിന്റെ അലപ്പ് കാരണം മനുഷ്യൻ ഇവിടെ ചുമ്മാതല്ലേ നിന്റെ ഈ സ്വഭാവം കൊണ്ടുവരാൻ നിനക്ക് ഒരു ഊള ഭർത്താവിനെ കിട്ടിയത്?